ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റിയാണ്. റീസെൻ്റായിട്ട് ജർമ്മൻ ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു വിസയാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിസയും കൂടിയാണ് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ്. ഒറ്റ വാക്കിലല്ല, കുറച്ചധികം വാക്കിൽ പറയുകയാണെങ്കിൽ ഈ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ അഡ്വാൻറ്റേജസ്, ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് പോയിന്റ് ബേസിൽ നോക്കാം. ഇത് ആക്ച്വലി ജർമ്മൻ ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു പുതിയ വിസയാണ്. ഈസി ആയിട്ട് ജർമ്മനി എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ യൂറോപ്പിൽ എത്താൻ പറ്റുന്ന ഒരു വിസയാണ്. ഒരു വർഷത്തേക്കാണ് നമുക്ക് ഈ ഒരു വിസ ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു വിസ TRCയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് PR എടുക്കാനും പറ്റും. പിന്നെ ഈ ഒരു വിസയിൽ പോകുന്നവർക്ക് മന്ത്ലി ഏകദേശം 1000 യൂറോക്ക് മുകളിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. സാധാരണ കേസ്, അതായത് ഈ ഒരു വിസയിൽ പോയാൽ നമുക്ക് 20 അവേഴ്സ് പാർട്ട് ടൈം വർക്ക് അലൗഡ് ആണ്. പാർട്ട് ടൈം ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് മാത്രം വെച്ചിട്ട് സെപ്പറേറ്റ് ഒരു ജോബ് ഓഫറിൻ്റെ ആവശ്യമില്ല. അതായത് നോർമലി ഒരു ജർമ്മൻ സ്റ്റുഡൻസിന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് ഹോൾഡർക്കും കിട്ടുന്നുണ്ട്. പിന്നെ ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് TRCയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഫുൾ ടൈം ജോബ് ചെയ്യാനും പറ്റും. ഈ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മന്ത്ലി 1000 യൂറോക്ക് മുകളിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. സാധാരണ ഇപ്പോൾ പോളണ്ട്, സ്ലോവാക്യ, അതുപോലെ തന്നെ സ്ലൊവേനിയ ഇങ്ങനെയുള്ള കൺട്രീസിലൊക്കെ മന്ത്ലി കിട്ടുന്ന സാലറിയാണ്, ഫുൾ ടൈം ജോബിന് മന്ത്ലി കിട്ടുന്ന ശമ്പളമാണ് ഏകദേശം ഈ ഒരു 1000 യൂറോ ആ ഒരു റേഞ്ചിൽ. പക്ഷേ നമ്മൾ ഈ ജർമ്മനി, ഫ്രാൻസ്, നോർവേ ഇങ്ങനെയുള്ള കൺട്രീസിൽ പാർട്ട് ടൈം ജോലി ചെയ്തെങ്കിൽ തന്നെ ഈ ഒരു എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ നമ്മളിപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. താഴെ കമൻറ്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യും. ജെന്യുവൻ ആയിട്ടുള്ളവർ മാത്രം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. നമുക്ക് ഈ ഒരു വിസക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് ഒരു പോയിന്റ് സിസ്റ്റത്തിലൂടെയാണ്. അതായത് നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള പോയിന്റ് മീറ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഈ ഒരു വിസ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഇതിൽ റിക്വയർഡ് പോയിന്റ്സ് വരുന്നത് വെറും 6 പോയിന്റ് ആണ്. പക്ഷേ അത് അത്ര ഈസിയാണെന്ന് ആരും വിചാരിക്കേണ്ട. അതായത് ടോട്ടൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിൽ നിങ്ങൾക്ക് 23 പോയിന്റ് വരെ നേടാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് വരുന്ന 4 റിക്വയർമെൻ്റ് ആണ്. മെയിനായിട്ട് നിങ്ങളുടെ ഏജ്, അതുപോലെ എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ലാംഗ്വേജ്. ഈ 4 കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷനാണ്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രൊഫഷനിൽ നിങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസം ഉണ്ടാവണം. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് 4 പോയിന്റ് നേടാൻ പറ്റും. ഇനി ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾക്ക് B2 ഉണ്ടെങ്കിൽ, ലാംഗ്വേജിൻ്റെ കേസ് പറയുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് B2 ഉണ്ടെങ്കിൽ 3 പോയിന്റ് നേടാം. B1 ആണെങ്കിൽ 2 പോയിന്റ് നേടാം. ഇനി A2 ആണെങ്കിൽ 1 പോയിന്റ് കിട്ടും. അതേ സമയത്ത് നിങ്ങൾക്ക് ഇനി ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾക്ക് ഒട്ടും അറിയില്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുക നോളജ് ഉണ്ടെങ്കിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജ് CEFRൽ നിങ്ങൾക്ക് ലെവൽ C ഉണ്ടെങ്കിൽ, CEFR ലെവൽ C1 എന്ന് പറയുന്നത് IELTSൽ ഏകദേശം 7-8 ഒക്കെ ആയിട്ടോ സ്കോർ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 പോയിന്റ് അവിടെ കിട്ടും. പിന്നെ ഇതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് ആണെങ്കിൽ കൂടെ ഇതിൽ ജർമ്മൻ ലാംഗ്വേജ് തന്നെ വേണം എന്ന് നിർബന്ധമില്ല. ഇംഗ്ലീഷ് നോളജ് കാണിച്ചാൽ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഏജ് 35 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ് കിട്ടും. സോ സിമ്പിളായിട്ട് പറയുമ്പോൾ ഗ്രാജുവേഷനും ഈ 35 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ 6 പോയിന്റ് അവിടെ നേടാൻ പറ്റി. ഇനി നിങ്ങൾക്ക് 40 വയസ്സിനും 35 വയസ്സിനും ഇടയിലാണെങ്കിൽ 1 പോയിന്റ് അവിടെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് മിനിമം 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് കാണിക്കണം. സോ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നിങ്ങൾക്ക് ഏകദേശം 2 പോയിന്റ് കിട്ടും. ഇനിയിപ്പോൾ ജർമ്മനിയിൽ നിങ്ങൾക്ക് 6 മന്ത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നില്ല, സ്റ്റേ പീരീഡ് ആയാലും മതി, അങ്ങനെയാണെങ്കിലും 1 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൂറിസ്റ്റ് വിസ എടുക്കില്ല കേട്ടോ. ജോബ് സീക്കർ വിസയിലോ അല്ലെങ്കിൽ വേറെ സ്റ്റഡി പീരീഡിലോ ഒക്കെ നിങ്ങൾ ജർമ്മനിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് 1 പോയിന്റ് നിങ്ങൾക്ക് നേടാൻ പറ്റും. പിന്നെ ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി, അതിൽ നിങ്ങൾക്ക് 5 ഇയേഴ്സ് എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് 2 പോയിന്റ് നേടാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ജർമ്മൻ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ജോലിയാണെങ്കിൽ അതിനും 1 പോയിന്റ് വെച്ച് കിട്ടും. സോ ഈ പോയിന്റ് നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പോയിൻ്റാണ്, നമ്മുടെ കൂടെ തന്നെ സ്പൗസിനും ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അത് ജോബ് സീക്കർ വിസയിൽ പോസിബിൾ അല്ല.
ചുരുക്കത്തിൽ ഇതൊരു പെർഫെക്റ്റ് വിസയാണ്. കാര്യം നോർമലി ഒരുപാട് ആൾക്കാർ യൂറോപ്പിലോട്ട് ജോബ് നോക്കുന്നുണ്ട്. പക്ഷേ പല ആൾക്കാർക്കും ജോലി കിട്ടാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് ജോബ് ഓഫർ കിട്ടില്ല. ജോബ് ഓഫർ കിട്ടാൻ കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ ആ ഒരു സമയം യൂറോപ്പിലുള്ള കുറച്ച് കൺട്രീസ്, ഇപ്പോൾ സ്വീഡൻ ആണെങ്കിലും അതുപോലെ തന്നെ ഓസ്ട്രിയ, ജർമ്മനി, പോർച്ചുഗൽ, ഈ പറയുന്ന കൺട്രീസൊക്കെ ജോബ് സീക്കർ വിസ കൊണ്ടുവന്നിട്ടുണ്ട്. ജോബ് സീക്കർ വിസയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ നല്ലൊരു ജോലി, ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ പറ്റാത്തത് മെയിനായിട്ട് ഒരു എംപ്ലോയർ ജോബ് ഓഫർ തരാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ സെയിം ടൈമിൽ നിങ്ങൾ ആ രാജ്യത്ത് പോയി ഡയറക്റ്റ് ആ ഒരു കമ്പനിയിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുവിധം ആൾക്കാരൊക്കെ അതിൽ ടൂറിസ്റ്റ് വിസ ആയിരുന്നു ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ടൂറിസ്റ്റ് വിസ എല്ലാ രാജ്യത്തും വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ സെയിം ടൈമിൽ ജോബ് സീക്കർ വിസ നിങ്ങൾക്ക് അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരുന്നു. ജർമ്മനിയിൽ ഇപ്പോൾ നമ്മൾ ജോബ് സീക്കർ വിസയിൽ പോവുകയാണെങ്കിൽ നമുക്ക് 6 മാസം ജോബ് സെർച്ച് ചെയ്യാം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കത് വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റുമായിരുന്നു. പക്ഷേ ജോബ് സീക്കർ വിസ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഗവൺമെൻറ് തന്നിട്ടില്ല. ഇപ്പോൾ ജർമ്മനിയുടെ കേസാണെങ്കിൽ നമുക്ക് ജോബ് സീക്കർ വിസയിൽ പോവുകയാണെങ്കിൽ ആ ഒരു 6 മാസം നമുക്ക് അവിടെ ജീവിക്കാനുള്ള എക്സ്പെൻസ് നമ്മൾ കാണിക്കണം. ഏകദേശം 6,000 യൂറോ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കണം. അതായത് നമുക്കവിടെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓപ്പർച്യൂണിറ്റി കാർഡ് അതിൽ നിന്നും എത്രയോ ഡിഫറെൻ്റ് ആണ്. ഓപ്പർച്യൂണിറ്റി കാർഡിൽ നമുക്ക് ജോബ് ഓഫർ ഇല്ലാതെ തന്നെ വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. വിസ കിട്ടിക്കഴിഞ്ഞാൽ ജർമ്മനി ചെന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒട്ടുമിക്ക ഇന്ത്യൻസ് എന്നല്ല ഒരുപാട് ഏഷ്യൻ കൺട്രീസിൽ നിന്ന് യൂറോപ്പിലോട്ടും കാനഡയിലോട്ടൊക്കെ സ്റ്റഡി വിസയിൽ ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താ? നമുക്ക് ഡയറക്റ്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ആ ജോലിക്ക് മാത്രമേ പോകും. പക്ഷേ ഈ സ്റ്റഡി വിസയിൽ പോകാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇൻവിറ്റേഷൻ കിട്ടുന്നതും ഈസി ആയിട്ട് വിസ കിട്ടുന്നതുമായ ഒരു വിസ ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റഡി വിസ മാത്രമാണ്. അപ്പോൾ ഈ സ്റ്റഡി വിസയിൽ പോകുന്നവർക്ക് കൂടുതലും പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോഴ്സ് കഴിഞ്ഞാൽ നമുക്കവിടെ ജോലി നോക്കാനും പറ്റും. ഇതാണ് കൂടുതൽ ആൾക്കാരും കാണുന്ന ഒരു ബെനിഫിറ്റ്. പക്ഷേ ഇതേ ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിൽ കിട്ടുന്നുണ്ട്. നോർമലി ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റഡി വിസ നോക്കേണ്ട. സ്റ്റഡി വിസ ഇപ്പോൾ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ആ ഒരു സമയം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് ആണെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഡയറക്റ്റ് നമുക്ക് ഈ ഒരു 1 ഇയർ വിസ, ഒരു സ്റ്റേ ബാക്ക് പോലെ തന്നെ നമുക്കൊരു 1 ഇയർ വിസ നാട്ടിൽ നിന്ന് തന്നെ എടുത്ത് പോവാം, ജർമ്മനി പോവാം, ജോബ് സെർച്ച് ചെയ്യാം. ആ സമയത്തൊക്കെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ജോബ് സീക്കർ വിസയുടെയും ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെയും ചെറിയൊരു കമ്പാരിസൺ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വരുന്ന മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജോബ് സീക്കർ വിസയിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ ഓപ്പർച്യൂണിറ്റി കാർഡിലാണെങ്കിൽ നിങ്ങൾക്കത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ മാത്രം മതി, പ്ലസ് അതിൻ്റെ കൂടെ 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസും കാണിച്ചാൽ. പിന്നെ മെയിനായിട്ട് ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത് 6 മാസത്തേക്ക് മാത്രമാണ് കിട്ടുന്നത്. ഓപ്പർച്യൂണിറ്റി കാർഡ് നമുക്ക് 1 ഇയർ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ജോബ് സീക്കർ വിസയിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് ആണെങ്കിൽ 20 hours വീക്കിലി നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്പൗസ് വിസ പോസിബിൾ ആണ്. അതായത് സ്പൗസിനെ കൂടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് ആണെങ്കിൽ. പക്ഷേ ജോബ് സീക്കർ വിസ ആണെങ്കിൽ സ്പൗസ് വിസ പോസിബിൾ അല്ല, നമ്മൾ തനിയെ പോയി ആപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻഷ്യൽ സോഴ്സ് കാണിക്കേണ്ടത് കുറച്ച് കൂടുതലാണ്. അതായത് ഇപ്പോൾ ജോബ് സീക്കർ വിസ ആണെങ്കിൽ ഏകദേശം 5,604 യൂറോ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കണം. അതായത് 6 മാസം സ്റ്റേ ചെയ്യാനുള്ള ഫണ്ട് നിങ്ങൾ കാണിക്കണം. ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു 5 ലക്ഷം രൂപ. ഇത് നേരെ ഓപ്പർച്യൂണിറ്റി കാർഡിലോട്ട് എത്തുമ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടി വരും. പക്ഷേ അതൊക്കെ നമുക്ക് ജർമ്മനി ബ്ലോക്ക്ഡ് അക്കൗണ്ടാണ് കാനഡ പോലെ, പക്ഷേ അത് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു ഗൈസ്.